നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമല്ലവാരം. ഇതെൻ്റെ 176-ാമത്തെ എപ്പിസോഡാണ്. ഇടയ്ക്ക് രണ്ടാഴ്ച ബ്രേക്ക് എടുത്തായിരുന്നു. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല ഈ ജ്യോതിഷത്തെ പറ്റിയും സംഖ്യാജ്യോതിഷത്തെ പറ്റിയൊക്കെ. ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാക്ട്സ് ആൻഡ് റെമഡീസ് ഫ്രം പാമിസ്ട്രി, അതായത് ഹസ്തരേഖ ശാസ്ത്രം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജീവിത ഭാവിയിൽ നമുക്ക് പ്രയോജനം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് എൻ്റെ ഹെഡിങ്, ഫാക്ട്സ് ആൻഡ് റെമഡീസ് ഫ്രം പാമിസ്ട്രി വിച്ച് ഹെൽപ്സ് യുവർ ഫ്യൂച്ചർ ലൈഫ്. ഇനി ആദ്യം ഹസ്തരേഖ ശാസ്ത്രം പരിശോധിക്കാം. പരിശുദ്ധ ബൈബിളിൽ പറയുന്നത് ദൈവം തൻ്റെ കൈവെള്ളയിൽ തന്നെ അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഭൂതം, ഭാവി, വർത്തമാനം ഇവ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുറാനിൽ ഇത് അനുവദനീയമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകപ്രസിദ്ധനായ വില്യം ഡി ഹാമണ്ട് അഥവാ ചീറോ എന്ന് പറയുന്ന പുതിയ ഹസ്തരേഖ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. എന്നാൽ ഹിന്ദു മെത്തോളജി അനുസരിച്ച് ഇന്ത്യയിൽ നിന്നാണ് ഈ ശാസ്ത്രം ആദ്യമായി ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും 40 വർഷം കൊണ്ട് ഇത് ശാസ്ത്രീയമായിട്ട് ഗവേഷണം ചെയ്യുന്ന എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ വരദാനമായിട്ടാണ് ഈ ഹസ്തരേഖാശാസ്ത്രം ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ആധുനിക ജ്യോതിഷത്തിൽ പിതാവെന്നറിയപ്പെടുന്ന അലൻ ലീവ് എന്ന ഇംഗ്ലീഷുകാരനാണ്. എന്നാൽ ഭൃഗുമഹർഷിയാണ് ഹിന്ദു ജ്യോതിഷത്തിൻ്റെ പിതാവായി അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം സപ്തർഷിമാരിൽ ഒരാളാണെന്നും ഹിന്ദു വേദങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുറാനിൽ ജ്യോതിഷത്തിനും ഈ സംഖ്യാജ്യോതിഷത്തിനും ഒരു സ്ഥാനവും നൽകിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബൈബിളിലും അതുപോലെ തന്നെയാണ്. സംഖ്യാജ്യോതിഷത്തിനും ജ്യോതിഷത്തിനും ഒരു സ്ഥാനവും ബൈബിളിലും നൽകിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ അറിവിൻ്റെ ഇതും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഹിന്ദു വേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതും കൂടാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹിന്ദു വേദത്തിൽ സംഖ്യകൾക്ക്, പ്രത്യേകിച്ച് ജനനസംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ചില എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഹസ്തരേഖയെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇതിനകത്ത്. അപ്പോൾ ഈ ഹസ്തരേഖയിൽ നമ്മൾ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് പണച്ചെലവില്ലാതെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹസ്തരേഖ ശാസ്ത്രം അനുസരിച്ച് വലത് കൈയാണ് ആണിനും പെണ്ണിനും ഒക്കെ നോക്കുന്നത്. അപ്പം ഓരോ ഭാഗത്ത് വരുന്ന കറുത്ത കുത്തുകളെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എപ്പിസോഡിൽ. നമ്മൾ തള്ളവിരലിലാണ് ഈ കറുത്ത പൊട്ട് വരുന്നതെങ്കിൽ അത് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കറുത്ത പൊട്ടെന്ന് പറയുന്നത്. തള്ളവിരലിൽ വരുന്ന കറുത്ത പൊട്ടിൻ്റെ ദോഷം പറ്റണമെങ്കിൽ നമ്മൾ മാസത്തിലൊരിക്കൽ ഒരു ഞായറാഴ്ച എടുക്കണം. ആണായാലും പെണ്ണായാലും എടുക്കണം. പിന്നെ അതുപോലെ ചൂണ്ടുവിരലിൻ്റെ താഴെ എവിടെയെങ്കിലും ആണ് ഒരു കറുത്ത പൊട്ട് ഉണ്ടെങ്കിൽ അതിന് ദോഷം മാറണമെങ്കിൽ വ്യാഴാഴ്ച വ്രതം എടുക്കണം. ഇനി നടുവിരലിലാണ് കറുത്ത കുത്തെങ്കിൽ ശനിയാഴ്ച വ്രതമായിരിക്കണം എടുക്കേണ്ടത്. ഇനി മോതിരവിരലിന് താഴെയാണ് കറുത്ത കുത്തെങ്കിൽ തിങ്കളാഴ്ച വ്രതം എടുക്കണം. അതുപോലെ ഇനി കുഞ്ഞുവിരലിൻ്റെ താഴെയാണ് കറുത്ത കുത്തെങ്കിൽ ബുധനാഴ്ച വ്രതം എടുക്കണം. ഇനി കൈയുടെ കുഞ്ഞുവിരലിൻ്റെ ഏറ്റവും താഴെയാണ്, അതായത് നമ്മുടെ ഈ കൈവിരലയുടെ ഇടത് ഭാഗത്ത്, അതായത് ഇങ്ങനെ കുഞ്ഞുവിരലിൻ്റെ ഏറ്റവും താഴെയാണ് ഈ കറുത്ത കുത്തെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് വെള്ളിയാഴ്ച വ്രതമാണ്. ഇനി കൈവിരലുടെ മധ്യഭാഗത്താണ് കറുത്ത കുത്തെങ്കിൽ ചൊവ്വാഴ്ച വ്രതം എടുക്കണം. ഇങ്ങനെ വ്രതം എടുക്കുമ്പോൾ കറുത്ത കുത്ത് വളരെ വേഗം തന്നെ ശക്തി കുറയുകയും നമുക്ക് വരാനിരിക്കുന്ന ദോഷങ്ങൾ ഒരു പൈസ പോലും ചിലവാക്കാതെ മാറിപ്പോവുകയും ചെയ്യും. ഇതാണ് എനിക്ക് ഈ ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ഒരു പ്രയോജനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇനി മറ്റ് ജ്യോതിഷത്തിൻ്റെയും സംഖ്യാജ്യോതിഷത്തിൻ്റെയൊക്കെ കൂടുതൽ ഇതേപോലുള്ള വിവരങ്ങൾ ഞാൻ പിന്നെ അടുത്ത ഏതെങ്കിലും എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.